വെബിനാർ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയത്തിലേക്കുള്ള അടിത്തറകൾ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മുരളീധരനായാലും ശരി, വി എസ് സുനിൽകുമാർ ആയാലും ശരി, അവരൊക്കെ പരാജയത്തിന്റെ ഭീതിയിലാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വിവാദങ്ങളും കെട്ടിപ്പൊക്കിക്കൊണ്ട് ഓരോരുത്തരും. അതേപോലെ തന്നെ കുറെ യൂട്യൂബർമാര്, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഖാദർ കരിപ്പൊടി, പബ്ലിക് ചാനലിലെ ഖാദർ കരിപ്പൊടി. അദ്ദേഹത്തിനെ തുമ്മിയാലും തെറിച്ചാലും എന്ന് പറഞ്ഞ മാതിരി തന്നെ ഒന്ന് ഒന്ന് നടക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് കാലം ചെന്നിയാൽ മതി, അതുപോലെ വീഡിയോ എടുത്തിരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഖാദർ കരിപ്പൊടികൾക്ക് എത്രത്തോളം ഫണ്ട് ലഭിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിനെതിരെ ഇത്രത്തോളം പ്രചാരണം നടത്താൻ? അദ്ദേഹം അല്ല, ഖാദർ കരിപ്പൊടിയിൽ എന്താണ് സുരേഷ് ഗോപി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പല സർവേയിലും പല ചാനലിൽ, ഇപ്പോൾ മനോരമ ചാനലായാലും ശരി, മാതൃഭൂമി ചാനലായാലും ശരി, 24 ചാനലായാലും ശരി, കിട മത്സരമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചുരുങ്ങിയ സമയത്താണ് അദ്ദേഹം പ്രചരണം നടത്തിയത്. എന്നിട്ടും അത്രത്തോളം വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർക്കാർ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്, അവിടെയുള്ള വോട്ടർമാർ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട്, സുരേഷ് ഗോപി വരണം, ഒരു മാറ്റം വേണം. അവർ ചിന്തിക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു പച്ചയായ മനുഷ്യൻ, എന്താ പറഞ്ഞാൽ ഇവരെ പോലെ അഭിനയിക്കാൻ അറിയാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അത്രയും പച്ചയായ നല്ല സത്യസന്ധനായ ഒരുപാട് എന്താ പറയാ, സഹജീവികളെ കരുണയോടെ കാണുന്ന, സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നന്മ കണ്ടിട്ടാണ് ആൾക്കാർ അദ്ദേഹം വിജയിക്കണമെന്ന് പറയുന്നത്. പിന്നെ തന്നെ MP ആയ സമയത്ത് തന്നെ അദ്ദേഹം 1 കോടി തൃശ്ശൂരിന് വേണ്ടി കൈമാറുകയും അതിന്റെ ആ കാര്യങ്ങൾ എന്താണോ ചെയ്തത് അവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു നിന്നിട്ടില്ല. പരാജയപ്പെട്ടിട്ടും തൃശ്ശൂരിൽ തന്നെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി കഴിയുന്ന കാര്യങ്ങളൊക്കെ, സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും, പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിനാൽ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വെച്ചിട്ട്, അതിപ്പോ കോവിഡ് സമയത്തായാലും ശരി, പല പ്രശ്നങ്ങളുടെ സമയത്തായാലും ശരി, നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന, ജനങ്ങളുടെ കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് തൃശ്ശൂരിന് ആവശ്യം. അപ്പോൾ തൃശ്ശൂർക്കാരെന്തായാലും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നുള്ളതിന് ഇപ്പോൾ 100% ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ വിരളി കൊണ്ടിട്ട് ഖാദർ കരിപ്പൊടി ഓരോ ദിവസവും എന്ന് പറഞ്ഞ മാതിരി, അദ്ദേഹത്തിന്റെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം, ഓരോ ദിവസവും എന്ന് പറഞ്ഞ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ സുരേഷ് ഗോപിക്ക് ബലം കൂടുക എന്നല്ലാതെ സുരേഷ് ഗോപിന്റെ പരാജയത്തിലേക്കല്ല ഇത് പോകുന്നത്, മറ്റുള്ള 2 ആൾക്കാരുടെ പരാജയത്തിലേക്കാണ് പോകുന്നത്. തിരിച്ചറിഞ്ഞാലും ഇവരൊക്കെ കൊള്ളാം. അപ്പോ വേണ്ടാത്ത ഒരു കാര്യമാണ് ഇപ്പോ പാർട്ടിന്റെ ഒക്കെ BJPയുടെ വയനാട് മത്സരിക്കുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷെ അതൊരു ചെറിയൊരു മന്ദയായിരിക്കും. പക്ഷെ അങ്ങനത്തെ വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ അടിയാവും. ജയിക്കും എന്ന് പറയുന്ന ആ ഒരു സീറ്റിലൊക്കെ തന്നെ പരാജയത്തിലേക്ക് നീങ്ങാൻ ജനങ്ങളുടെ മനസ്സിലൊരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയിലേക്ക് മാറാനും അത് ഉപകരിക്കും. എന്താണ് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ ആ ഒരു നാട്, അത് സുൽത്താൻ ബത്തേരി ആയിട്ട് തന്നെ നിന്നാൽ മതി. അല്ലാണ്ട് ഞങ്ങൾക്ക് ഗണപതി വട്ടമാവണമെന്നോ മുഹമ്മദ് വട്ടമാവണമെന്നോ അല്ലെങ്കിൽ യേശു വട്ടമാവണമെന്നോ ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളിപ്പോ എന്താണോ പേര് അത് ആ രീതിയിൽ മതി. അല്ലാതെ എവിടെയുള്ള പേരും മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലുള്ള പൊതുവെയുള്ള ഒരു സിറ്റിയുടെ പേരോ അല്ലെ ഒരു നഗരത്തിന്റെ പേരോ മാറ്റണം എന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളല്ല എനിക്ക് വേണ്ടത്. വയനാട്ടിൽ പറയുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്, ആ രീതിയിൽ അദ്ദേഹത്തിന് സംസാരിച്ചാൽ മതി. നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ സുരേഷ് ഗോപിന്റെ കാര്യം പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ജയിക്കാനുള്ള കുറച്ച് മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ ജയിക്കുന്നുള്ള സാധ്യതയുള്ള കുറച്ച് മണ്ഡലങ്ങളിലും കൂടി പിന്നോട്ട് തള്ളുന്ന
തരത്തിലുള്ള ഇത്തരം വാക്കുകൾ നമ്മൾ പറയുന്നേരം, ഓരോ പ്രസ്താവനകൾ പറയുന്നേരം അത് യോജിച്ചതാണോ ഈ സമയത്ത് എന്നുള്ളത് ചിന്തിച്ചിട്ടും മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എടുത്തിട്ട്. തൃശ്ശൂരുകാരെന്തായാലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കും. അത് ജയിപ്പിച്ചേ പറ്റൂ. ഇപ്രാവശ്യം ജയിക്കാൻ ശരിക്കായ, കാരണം ജയിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിന്റെ വികസനം അതൊരു അസാധ്യമായ കാര്യങ്ങളിലേക്ക് തന്നെ എത്തപ്പെടുന്നതായിരിക്കും. കേരളത്തിന് തന്നെ മൊത്തത്തിലൊരു മുതൽക്കൂട്ടാവുന്ന രീതിയിലായിരിക്കും സുരേഷ് ഗോപിയുടെ വിജയം വന്നിട്ടുണ്ടെങ്കിൽ സാധ്യമാവുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങളും വേണ്ടാത്ത തരത്തിലുള്ള ഒരാളെ അടിച്ചമർത്തുന്ന, ഒരാളെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഇത്തരം വൃത്തികെട്ട ചാനലുകളെ സപ്പോർട്ട് ചെയ്യാണ്ട് നല്ല നല്ല രീതിയിൽ നല്ല ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു 20 MP മാരുണ്ടായതുകൊണ്ടൊന്നും ഇന്ത്യ ഭരിക്കാൻ കഴിയുന്നു ആർക്കും തോന്നുന്നില്ല. അത് ഇവിടുത്തെ സർവേയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണെന്ന്. പക്ഷെ നമ്മളെന്താണ് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ UDF ജയിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നില്ല. അതാണ് രാഹുൽ ഗാന്ധി അഥവാ ഇന്ത്യ മുന്നണി ജയിച്ചു വന്ന ഒരു 270 സംതിങ്ങിന്റെ മുകളിലേക്കുള്ളൊരു ഭൂരിപക്ഷത്തെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ അടി ആദ്യം തുടങ്ങും. കസാരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയായിരിക്കും പിന്നെ അങ്ങോട്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കസാരയ്ക്കുള്ള അടിയായിരിക്കും പിന്നെ അങ്ങോട്ട് ഉണ്ടാവുക. എനിക്ക് വേണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്ന ഇപ്പൊ ആർക്കും നിങ്ങളെ കാണുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്? ഇല്ല. അവിടെ അടി തുടങ്ങും. ഈ ഒരു അവിയൽ മന്ത്രിസഭ വന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇന്ത്യയുടെ നാശത്തിലേക്കായിരിക്കും അത് പോകുക ഇന്ത്യ മുന്നണി വന്നാൽ. അപ്പോ ഇന്ത്യ മുന്നണി ഒരിക്കലും വരില്ല. എന്നാലും അപ്പോൾ എന്തായാലും വരിക നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പൊ ആ സർക്കാർ വരുന്ന സമയത്ത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ, നല്ല ആൾക്കാർ പ്രാതിനിധ്യം അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്ന്. ഞാനിപ്പോ BJP ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പിന്നെ സുനിത ദേവദാസ് ഇപ്പൊ വളരെ വലിയ രീതിയിൽ ബിംബത്തിൽ ഇറക്കുന്നുണ്ട്. അവളൊക്കെ വോട്ട് തന്നെ ചെയ്യലുണ്ടോന്ന് ആർക്കും അറിയാം. ആ വോട്ട് ചെയ്യാത്ത അവളാണ് ഈ EVM-നെ കുറിച്ചൊക്കെ വളരെ വാചാലയാവും. എനിക്ക് ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനിൽ യാതൊരു വിശ്വാസ കുറവുമില്ല. വിശ്വാസമായിട്ട് തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. BJP-ക്കാരുണ്ടാക്കിയൊന്നല്ലല്ലോ ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ. കോൺഗ്രസിന്റെ കാലത്താണ് അത് കൊണ്ടുവന്നത്. ഇവിടെ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് അത്രയും പൊട്ടന്മാരൊന്നുമില്ല. നമ്മളെ സാങ്കേതിക വിദ്യനെ കുറച്ച് കാണാൻ ഫ്രാൻസിൽ നിന്നോ മറ്റോ ജർമ്മനിയിൽ നിന്നോ ആരെങ്കിലും വന്നിട്ട് അവര് പറയുന്നത് വിശ്വസിക്കാൻ നമ്മളെന്താ? നമ്മളെ ഇന്ത്യയിലുള്ള സിസ്റ്റവും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും പഴഞ്ചനോ അല്ലെങ്കിൽ അത്രയും വേണ്ടാത്ത കാര്യങ്ങളാണോ? അല്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിന് നമുക്ക് കാര്യങ്ങളൊക്കെ കൈനീട്ടി തന്നതാണ്. അതിന്റെ ചലഞ്ച് വരെ വെച്ചതാണ്. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇത് പോയിട്ട് ഈ കാര്യങ്ങൾ സമർത്ഥിച്ചുകൂടായിരുന്നു. അവരെന്തായാലും തയ്യാറാവാതെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് അത് നേരിട്ടത്. എന്നിട്ട് അവർ വിജയിച്ചു. അവർക്ക് കാണിക്കാനായോ ഇതിൽ ഫോൾസ് ഉണ്ട് എന്ന് കാണിക്കാനായോ? ഇത് മാറ്റിമറിക്കപ്പെടാം അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നേരോ ഇത്തരത്തിലാണ് ആവുന്നതെന്ന് തെളിയിക്കാനായോ? തെളിയിക്കാതെ വെറുതെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കാണോ എന്ന് പോലും ചിന്തിക്കാം. ഇവരൊക്കെ അവിടെ കിടന്നിട്ട് പണം വാങ്ങിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സുനിത ദേവദാസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. സുനിത ദേവദാസിന്റെ ഇതിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ, മജീഷ മുതുകാടിനെതിരെ എത്രത്തോളം ഹീന പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ഇപ്പൊ അവരൊക്കെ എന്തായിപ്പോയി? മജീഷ മുതുകാട് ഇപ്പൊ നന്നായോ? മജീഷ മുതുകാട് ഇപ്പൊ ജയിലിലായിരിക്കും അല്ലേ? അപ്പൊ എത്രത്തോളം വൃത്തികെട്ടി ഇല്ലാത്ത കുപ്രചരണങ്ങളാണ് ഇവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മളെ മലയാളികൾ വീണുപോയത്. മലയാളികൾ വലിയ പ്രബുദ്ധരാണ്, വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണെന്നൊക്കെ പറയും. പക്ഷെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലേശം വിവരം ഇല്ലാത്ത ജനതയാണെന്നാണ് എനിക്ക് പറയാൻ. കണ്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം അതാണ് മനസ്സിലാക്കാൻ കഴിയും. വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വിവരം
അറിവ് വേണം. വിദ്യാഭ്യാസം മാത്രമല്ല അറിവ്, വിദ്യാഭ്യാസം മാത്രമല്ല ഒന്നിന്റെയും പരിധി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം, എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാണ്ട് വെറുതെയുള്ള കുപ്രചരണങ്ങളിലൂടെ നമ്മൾ മുന്നോട്ടുള്ള ഒരു നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇവരെ ഇത്തരം ഖാദർ കരിപ്പൊടിയിലോ അല്ലെങ്കിൽ ഇത്തരം സുനിതാ ദേവദാസുമാരുടെയോ ആൾക്കാരുടെ ഇതിലൊന്നും വശംവദരാവാതെ നല്ല രീതിയിൽ ചിന്തിച്ചെന്നെ തൃശ്ശൂരുകാർ വോട്ട് ചെയ്യുമെന്നും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു എളിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു സുദിനം നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്.